ജീവിതത്തെപ്പറ്റി നിറയെ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഷീനയുടേത്. മക്കളുടെ ഭാവിയെപ്പറ്റിയും നിറമുള്ള ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ കുടുംബം. കളിചിരിയും സന്തോഷവും നിറഞ്ഞ ഇവരുടെ കുടുംബത്തിൽ പിന്നീട് എന്താണ് സംഭവം? ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അത് മറ്റൊരു ട്യൂബിലൂടെയാണ് കൊടുത്തത്. ഇഞ്ചക്ഷൻ ചെയ്ത് അപ്പം തന്നെ മുഖം ഒന്നും ഇങ്ങനെ ആക്കിയും കഴിഞ്ഞു. ആ കിടത്താൻ എൻ്റെ മോള് പിന്നിട്ടിട്ടില്ല. സർക്കാർ ആശുപത്രികൾ ലഭിക്കുന്നതിലും മികച്ച ചികിത്സാ സൗകര്യം പ്രതീക്ഷിച്ചാണ് ആളുകൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. പക്ഷേ രോഗികളെ പിഴിഞ്ഞ് ബിസിനസ് ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികളും ഇന്ന് നമുക്കിടയിലുണ്ട്. ചികിത്സയ്ക്കായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷീനയ്ക്ക് ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വന്നു. ഷീനയുടെ ഓപ്പറേഷൻ വിജയമായിരുന്നുവെങ്കിലും അതിനുശേഷം അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കലും ഒരു ആശുപത്രിയുടെ രീതിക്ക് യോജിച്ചതായിരുന്നില്ല. 23/12/2016 ഞങ്ങൾ ഷിബ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എത്തുന്നത്. വയറ്റിലുള്ള ഒരു മുഴ നീക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആ ആശുപത്രിയിൽ ഡോക്ടർ ടി നാരായണനായിരുന്നെന്ന് അവരെ പരിശോധിച്ച് സർജറിക്ക് നിർദ്ദേശിച്ചിരുന്നത്. പരിശോധനയിൽ ഗർഭാശയത്തിൽ ഒരു വലിയ മുഴ ഗർഭാശയത്തിൻ്റെ മേൽഭാഗത്ത് കണ്ടു. അതേമാതിരി തന്നെയാണ് സ്കാനിങ്ങിലും കണ്ടത്. അപ്പോൾ ഇനി ഇതുകൊണ്ട് എനിക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഇതെന്തെങ്കിലും തരത്തിൽ നീക്കിയേ പറ്റുള്ളൂ, കാരണം സഹിച്ചും ക്ഷമിച്ചും മതിയായി എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ പറയുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള രക്തമൂത്ര പരിശോധനകൾ ചെയ്ത് ഓപ്പറേഷന് മുമ്പ് സാധാരണ ഈ ഒരു രോഗി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ ഒരു ഓപ്പറേഷൻ താങ്ങാനുള്ള ശാരീരിക ക്ഷമതയുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാതരം പരിശോധനകൾ ECG എക്സ്റേ അടക്കം എടുക്കും. അങ്ങനെ പരിശോധിച്ചിട്ട് ഇവിടെ ഞങ്ങളുടെ ഫിസിഷ്യൻ ഡോക്ടർ ജോസഫ് ഈ രോഗിയെ 9/12/16 കാണുകയും അവരെല്ലാം കൊണ്ടും ഈ ഓപ്പറേഷൻ ഇവർക്ക് അപകടമല്ലാത്ത രീതിയിലുള്ളൊരു ഓപ്പറേഷനാണ് ചെയ്യാമെന്നുള്ള ഒരു അടിക്കുറിപ്പ് തരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ 23-ാം തീയതി ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 23-ന് എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഫിറ്റായി എന്നുള്ളതിൻ്റെ ഭാഗമായി 24-ാം തീയതി വൈകുന്നേരം ഒരു 5:30 സമയത്തോടു കൂടി ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി തിയേറ്ററിലേക്ക് കൊണ്ടുപോയെന്നും ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയമെടുത്തുകൊണ്ട് ഡോക്ടർ നാരായണൻ്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടായി. ഡോക്ടർമാരോട് ഒന്ന് ചോദിച്ചോട്ടെ, കലണ്ടറിലെ ചുവപ്പക്കങ്ങൾ നോക്കി ചികിത്സിക്കുന്നതാണോ നിങ്ങളുടെ മെഡിക്കൽ എത്തിക്സ്? ഓണവും ക്രിസ്മസും ദീപാവലിയും നോക്കിയാണോ ഒരു ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗം പ്രവർത്തിക്കേണ്ടത്? 24-ാം തീയതി 3:45 ഇവരെ ശസ്ത്രക്രിയാ റൂമിലേക്ക് മാറ്റിയത്. അതിനു മുമ്പേ ഏകദേശം 1:30-2 മണിക്ക് ശസ്ത്രക്രിയക്ക് ഇവരെ തയ്യാറാക്കുന്നതിനായിട്ട് ICUയിലേക്ക് മാറ്റി. അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് എന്നെ തിയേറ്ററിൽ വിളിച്ച് ഞാനുണ്ട്, ഷീനയുടെ അമ്മയുണ്ട്, സഹോദരന്മാരുണ്ട്, അവരെല്ലാം കണ്ടു. അതിനുശേഷം ഏതാണ്ട് ഒരു 5:30 സർജറി കഴിഞ്ഞ് തിരിച്ച് ICUയിലേക്ക് മാറ്റുമ്പോൾ
ഞങ്ങൾ അവളോട് സംസാരിച്ചു. അതിനുശേഷം സർജറിക്ക് കഴിഞ്ഞ ഈ ഭാഗം ലാബിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു വേറെ ഒരു കുഴപ്പമില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നാളെ വാർഡിലേക്ക് മാറ്റുന്നു പറഞ്ഞു. അവിടുന്ന് ഒരു അരമണിക്കൂറിന് ശേഷം അവരെ ICUവിൻ്റെ അകത്ത് പ്രവേശിപ്പിക്കുകയും പിറ്റേന്ന് രാവിലെ രോഗി നോർമൽ കേസിലേക്ക് വന്നതുകൊണ്ട് ജനറൽ വാർഡിലേക്ക് മാറ്റിയെന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ 25-ാം തീയതി രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ ICUവിൽ വെച്ച് ഷീനയെ കണ്ടു, സംസാരിച്ചു. വാർഡിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഡോക്ടറെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് നേരിട്ട് പറഞ്ഞു പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല, ബ്ലഡിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല, വാർഡിലേക്ക് ഇപ്പം മാറ്റും, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട്, അത് എഴുതി തരാമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ പൂർത്തിയാക്കിയിട്ട് ICUവിലേക്ക് മാറ്റിയപ്പോൾ അവരുടെ രക്തസമ്മർദ്ദം അതുമാതിരി തന്നെ നാഡിമിടിപ്പ് എല്ലാം നോർമലായിരുന്നു. മൂത്രം വളരെ ക്ലിയറായിരുന്നു. അവരെ ഞാൻ 7 മണി വരെ പോകുന്നത് വരെ നോക്കിയപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. രാത്രി വേദനയുണ്ടാകുന്ന പക്ഷം കൊടുക്കാനുള്ള മരുന്നും തരിപ്പ് പോരാതെ വരുന്ന പക്ഷം കൊടുക്കാനുള്ള മരുന്നും എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫിനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഓപ്പറേഷന് ശേഷം ചുരുങ്ങിയത് 2 ദിവസത്തെ തീവ്രപരിചരണമെങ്കിലും ആവശ്യമായിരുന്ന ഷീനയ്ക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ICUവിൽ പരിചരണം ലഭിച്ചത്. അതിനുള്ള കാരണമായി പറഞ്ഞത് പിറ്റേ ദിവസം ക്രിസ്മസ് ആയതുകൊണ്ട് ഡ്യൂട്ടിക്ക് ആളില്ല എന്നാണ്. അമ്മ അന്ന് രാത്രിയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു, അവരെന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിയില്ലായിരുന്നു അന്ന് രാത്രി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ റൂമിൽ കൊണ്ടുവരുന്നു, അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, പുറം വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആരോഗ്യനില വീണ്ടും വഷളായതിനെ തുടർന്ന് ഷീനയ്ക്ക് ഫോണിലൂടെയായിരുന്നു ഒരു ഡോക്ടർ ചികിത്സ കൊടുത്തത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡ്യൂട്ടി നേഴ്സ് ഷീനയുടെ ശരീരത്തിൽ മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നു. തുടർന്ന് ബോധരഹിതയായ ഷീന പിന്നീട് ഉണർന്നിട്ടേയില്ല. ഡോക്ടർ ആ സമയത്ത് സിസ്റ്ററോട് ഫോണിൽ കൂടെ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെന്ത് പ്രതിവിധി ചെയ്യണമെന്നുള്ളത് ഏകദേശം 3:04 ഇവിടെ നിന്ന് എനിക്ക് സിസ്റ്ററുടെ കോൾ കിട്ടുകയും രോഗിക്ക് വളരെ അത്യന്തമായിട്ടുള്ള ഒരു അബോധാവസ്ഥയാണെന്ന് പറഞ്ഞതുകൊണ്ട് 3:14 ഞാൻ എൻ്റെ സ്വന്തം കാറിൽ ഇവിടെ വരികയും ചെയ്തു. വേദനേൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ട്രിപ്പ് കയറ്റാൻ പറഞ്ഞ് സിസ്റ്റർ വന്ന് ട്രിപ്പ് കയറ്റി. അപ്പം എൻ്റെ മോളിനോട് പറഞ്ഞു സിസ്റ്റർമാർ ഇന്നും തീരെ നോക്കിയില്ല അമ്മേ. പിന്നെ വേദന കൂട്ടിയെന്ന് പറഞ്ഞപ്പോൾ നേഴ്സ് വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് ഉറങ്ങി. അല്ല ഞങ്ങളൊക്കെ വിചാരിച്ചത് അമ്മ ക്ഷീണിച്ച് ഉറങ്ങായിരുന്നാണ്. ഗർഭാശയം നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷൻ നടത്തിയാൽ ഉള്ള ഒരു പ്രധാനമായിട്ടുള്ള മാരകമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ, ഒരു വിഷമം, ഈ രോഗിയുടെ കാലിൽ നിന്നോ അല്ലെങ്കിൽ അടിവയറ്റിൽ നിന്നോ വെയിൻസിൽ രക്തക്കുഴലിൽ രക്തം കട്ട കെട്ടിയിട്ട് അത് രക്തചംക്രമണത്തിൽപ്പെട്ട് നമ്മളുടെ ശ്വാസകോശത്തിൽ വരാൻ സാധ്യതയുണ്ട്, വളരെ ചെറിയത്. അപ്പം ഇങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്താൽ നമ്മൾക്ക് ആ സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. അത് പിറ്റേന്ന് ഏകദേശം 10 മണിക്കും 11 മണിക്കും ആ ഓപ്പറേഷൻ ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, അത് മറ്റൊരു ട്യൂബിലൂടെയാണ് കൊടുത്തത്. അത് അന്ന് ഞാൻ പുറത്ത് ഈ തടവി കൊടുക്കുമ്പം അവിടെ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അത് അനസ്തേഷ്യ കൊടുക്കാനാകാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ട ഒരു ഇതാണ് ഫെസിലിറ്റി ആയിരുന്നു. അപ്പോൾ അതിലാണ് അവർ ഇഞ്ചക്ഷൻ കൊടുത്തത്. ആ മരുന്ന് കൊടുത്തത് തന്നെ തലേ ദിവസം ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അനസ്തേഷ്യ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കാൻ വേണ്ടി പ്രത്യേക ഒരു ട്രിപ്പ് സിസ്റ്റം അവരുടെ ശരീരത്തിലുണ്ട്. അതിൽ കൂടെയാണ്
ഈ ഡോസ് കൂടിയിട്ടുള്ള മരുന്ന് കൊടുത്തിട്ടുള്ളത്. കൊടുത്തു പോയ ഉടനെ ഞാൻ ഷീനയുടെ അടുത്ത് ചെന്നു. ഷീന പറഞ്ഞു എന്നോട് മരുന്ന് കൃത്യമായി ഇറങ്ങിപ്പോകുന്നത് ഞാൻ അറിയുന്നുണ്ട്. 10 സെക്കൻഡ് കഴിഞ്ഞപ്പം ഷീന സെഡേഷനിലേക്ക് അവൾ മയങ്ങി. കുറേ കഴിഞ്ഞിട്ടും അമ്മ എണീക്കുന്നില്ല. പിന്നെ ഗ്ലൂക്കോസ് മാറ്റാൻ വേണ്ടി നേഴ്സിനെ വിളിച്ചപ്പോൾ നേഴ്സ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു നേഴ്സിനോട്, അമ്മ എണീക്കുന്നില്ല. അപ്പോഴാണ് നേഴ്സ് ഒന്ന് വിളിച്ചോളാൻ പറഞ്ഞപ്പോൾ വിളിച്ചിട്ടും എണീക്കുന്നില്ല. ആശുപത്രി ജീവനക്കാരുടെ അശ്രദ്ധ തന്നെയായിരുന്നു ഈ മരണത്തിന് പിന്നിലെ കാരണം. ഒരു രോഗിക്ക് മരുന്ന് കുത്തിവയ്ക്കുമ്പോൾ ആ മരുന്ന് രോഗിയിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നതിനെ പറ്റി യാതൊരു ചിന്ത പോലും ആശുപത്രി ജീവനക്കാർക്കുണ്ടായിരുന്നില്ല. വേറൊരു നേഴ്സിനെ വിളിച്ച് പിന്നെ അമ്മേനെ അവർ സ്ട്രക്ചർ കയറ്റി ഒന്നുകൂടി ICU കൊണ്ടുപോയി. ആ സമയത്ത് ഡോക്ടർ ഗംഗാധരൻ ഇവിടുത്തെ സീനിയർ സർജൻ ഡോക്ടറാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ട ഉടനെ തന്നെ 2-3 മിനിറ്റിനകം ഡോക്ടർ ഗംഗാധരൻ ഡ്യൂട്ടി റൂമിൽ നിന്നും ഈ രോഗിയെ അവർ കിടക്കുന്ന റൂമിൽ കാണുകയും കുറച്ച് അത്യാസന്നമായതുകൊണ്ട് ഉടനെ തന്നെ ബാക്കിയുള്ള ആരോഗ്യ പരിചരണത്തിനും ഇവരെ അപകടനിലയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് ഉടനെ തന്നെ ICUയിലേക്ക് മാറ്റിയിട്ട് കാർഡിയാക് മാസേജ്, അതേമാതിരി തന്നെ ഓക്സിജൻ, ബാക്കി കാര്യങ്ങൾ, BP നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഫ്ലൂയിഡ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് ചെയ്ത് ഉടനെ തന്നെ ഞാൻ ഈ കാർഡിയാക് മാസേജ് അതൊക്കെ തുടർന്നു. ഹൃദയം ഒന്നുകൂടി ജീവസുറ്റതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. ആ സമയത്തിനിടെ അനസ്തീസിയ ഡോക്ടർ സ്ഥലത്തെത്തിയിട്ട് ഈ ശ്വാസകോശത്തിലേക്ക് നേരിട്ട് ഓക്സിജൻ എത്തിക്കാനുള്ള കുഴൽ ഇടാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാ മരുന്നുകളും പരീക്ഷിച്ചെങ്കിലും 3:45 കൂടിയിട്ട് രോഗിയുടെ നില നമ്മുടെ കയ്യിൽ അല്ല എന്നുള്ള രീതിയിലും നമുക്കവരെ ജീവനോടെ തിരിച്ചു കിട്ടില്ല എന്നുള്ള സ്ഥിതിയിലായപ്പോഴാണ് ഇവരുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല അവരെന്താ പറഞ്ഞതെന്നൊന്നും. മകനോട് ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്. മകനും അമ്മയും തൊട്ടടുത്തുണ്ട്. സിസ്റ്റർ കൊണ്ടുവന്നും കഴിഞ്ഞ് ആ ഇഞ്ചക്ഷൻ ചെയ്ത് അപ്പം തന്നെ മുഖം ഒന്നും ഇങ്ങനെ ആക്കിയും കഴിഞ്ഞ് ആ കിടത്താൻ എൻ്റെ മോള് പിന്നിട്ടിട്ടില്ല. എൻ്റെ മോൾ എങ്ങനെ ഉറങ്ങുകയാണെന്ന് ഞാൻ വിചാരിച്ചു. ഭൂമിയിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവരാണ് ഡോക്ടർമാർ. പക്ഷേ അവരിൽ ചിലപ്പോഴെങ്കിലും മെഡിക്കൽ എത്തിക്സിന് എതിരായ രീതിയിൽ പെരുമാറുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഷീന വിനോദിന്റെ മരണം. ഞായറാഴ്ച ഒരു 4:05 ഞാൻ ഹോസ്പിറ്റലിൽ മാമൻ വിളിച്ചിട്ട്, ഷീനയുടെ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിലെത്തുന്നത്. ഹോസ്പിറ്റലിലെത്തിയ സമയത്ത് നേരെ ICUയിലാണ് ഷീനയെ കിടത്തിയ ഞാൻ കൈ പിടിച്ച് നോക്കിയ സമയത്ത് കൈക്ക് നല്ല ചൂടുണ്ട്. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന സർജറി ചെയ്ത നാരായണൻ സാറല്ല, വേറൊരു സാറുണ്ട്. ആ സാറിൻ്റെ പേര് എനിക്കറിയില്ല. ആ സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും? നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ആൾ ഡെഡാണ്, മരിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു. നമ്മൾ സൈലൻറ്റ് അറ്റാക്കാണെന്നാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു സൈലൻറ്റ് അറ്റാക്ക് തന്നെയാണോ സാറെന്ന് വെച്ചാൽ പറഞ്ഞു അത് നമുക്ക് ഇരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു. നമ്മൾക്ക് സാധാരണഗതിയിൽ ഈ ഓപ്പറേഷന് മുമ്പേ ഒരു ECGയും ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഹൃദയ സംബന്ധമായിട്ട് വെളിപ്പെടാത്ത പല ഘടകങ്ങളും ഉണ്ടാവാം. ആ ഘടകങ്ങൾ കാരണം 42 വയസ്സേ ആയിട്ടുള്ളെങ്കിൽ പോലും ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ കഴിവുകളെയും പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണ ഘട്ടമാണ്. ഈ പരീക്ഷണ ഘട്ടത്തിൻ്റെ ഫലമായിട്ട് ഹൃദയത്തിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത അല്ലെങ്കിൽ ഹൃദയത്തെ പറ്റി അല്ലെങ്കിൽ ശ്വാസകോശത്തെ പറ്റിയിട്ട് വെളിപ്പെടാത്ത ചില കുഴപ്പങ്ങൾ ഈ ശസ്ത്രക്രിയാനന്തര 24-48 മണിക്കൂറിൽ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വെളിയിൽ വരാം. അത് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. തൻ്റെ രോഗത്തെക്കുറിച്ചും അതിനുള്ള ചികിത്സകളെപ്പറ്റിയും മറ്റുള്ളവരോട് ചോദിച്ചും വ്യക്തമായ അറിവ് നേടിയിരുന്നു ഷീന. അമ്മ എത്രയോ പേരോട് അന്വേഷിച്ച് ഇത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്ന എത്രയോ പേരോട് അമ്മ പോയി അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സർജറി ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം എല്ലാവർക്കും സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം ഞങ്ങളൊന്നും അത്രയും തീരെ സീരിയസ് ആക്കി എടുത്തിരുന്നില്ല. ഇതൊന്നും വിഷയമല്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഒരു കുഴപ്പമില്ല, വാർഡിലെത്തി അമ്മയോടൊക്കെ സംസാരിച്ച ഒരാൾ
പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ പിന്നെ മയക്കത്തിനുള്ള ഇഞ്ചക്ഷൻ എന്നാണ് നാരായൺ സാറ് പറഞ്ഞത്. പിന്നെ അത് പറഞ്ഞത് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനാണ് പിന്നെ പറയുന്നത്, മാറ്റി പറഞ്ഞത്. സാധാരണഗതിയിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം 2 തരത്തിലുള്ള തരിപ്പിക്കലുണ്ട്. ഒന്ന്, ഓപ്പറേഷൻ അവസാനിക്കുന്നതോടുകൂടി തരിപ്പ് മാറിയിട്ട് പിന്നെ രോഗി വേദന പറയുമ്പോൾ നമ്മൾക്കതിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു വേദനാ സംഹാരികൾ കൊടുക്കുന്നതാണ്. ഇവർക്ക് പ്രത്യേകമായിട്ട് 2 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് ഈ തരിപ്പിക്കലിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് അപ്പോൾ മരുന്ന്, അതായത് ഇവരെ വേദന വന്ന് പൊളഞ്ഞതിന് ശേഷം കൊടുക്കുന്നതിന് പകരം അപ്പോൾ നമുക്ക് വേദനയെ തടുക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പാടാക്കിയിരുന്നു. പ്രിവെൻഷൻ എന്തൊക്കെ സാധ്യതകളുണ്ട്, അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെ പ്രത്യേക മരുന്നുകളാണ്. വേറെ ഈ രക്തം കട്ട കെട്ടി എംബോളിസം അടിക്കാതെ അതിനൊക്കെ ഓപ്പറേഷൻ ശേഷം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കോംപ്ലിക്കേഷൻ എല്ലാവർക്കും ഉണ്ടായി, വളരെ റെയറായിട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിനും കൂടിയുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഏകദേശം ഉച്ചയോട് കൂടിയിട്ട് ഇവർ വേദന എന്ന് പറഞ്ഞപ്പോൾ, അതായത് ശസ്ത്രക്രിയ ചെയ്ത സ്ഥലത്ത് വേദന എന്ന് പറഞ്ഞപ്പോൾ ഈ മയക്കം കൊടുത്ത ഡോക്ടറോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായത്തിലുള്ള മരുന്ന്, അവർ തന്നെ ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന മരുന്ന് അവർ പറഞ്ഞ തന്മാത്രയിൽ കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഷീനയുടെ ശരീരത്തിൽ കുത്തിവെച്ച മരുന്നിനെ പറ്റി യാതൊരു വിവരവും പോലീസിനും വീട്ടുകാർക്കും ലഭിച്ചിട്ടില്ല. ഈ മരുന്നിനെ പറ്റിയുള്ള പ്രിസ്ക്രിപ്ഷനോ ബിൽ ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഷീനയുടെ വീട്ടുകാരുടെ പക്കലില്ല. അത് കൊടുത്ത സിസ്റ്ററോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കൊടുത്ത മരുന്നിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചതിൻ്റെ റെസീറ്റോ എന്തെങ്കിലും നിങ്ങളെടുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിച്ച സിറിഞ്ച് നിങ്ങളെടുത്തിട്ടുണ്ടോ? അത് കളഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഡോക്ടറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധ അനാസ്ഥയും ഉണ്ടായിട്ടില്ല. ഇത് തീർച്ചയായിട്ടും കാർഡിയക് അരിത്മിയാസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ആയിക്കൂടായില്ല. ആശുപത്രി ജീവനക്കാരുടെ പരിചരണക്കുറവും അലസ മനോഭാവവും ഷീനയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായിരുന്നു. സൈലന്റ് അറ്റാക്ക് എന്ന വെറുമൊരു മെഡിക്കൽ ടീമിൽ ഷീനയുടെ മരണത്തെ ഒതുക്കാതെ അതെങ്ങനെ സംഭവിച്ചു എന്ന് ആശുപത്രി അധികൃതർ അന്വേഷിച്ചേ മതിയാവും. അറ്റാക്കാണ് എന്നുള്ള രീതിയിലാണ് അവരെ കമൻറ്റ്. ഒരു തലത്തിൽ പോലും അത് സ്വാഭാവികമായിട്ട് ഇന്ന് മസ്തിഷ്ക മരണമോ സ്വാഭാവിക അപകട മരണമോ മാരകമായ രോഗത്താൽ മരണപ്പെടുന്നതോ ഒക്കെയുള്ളൊരു രോഗി സ്വാഭാവികമായി വെന്റിലേറ്ററിന് വിധേയമാകുമ്പോൾ അവസാനത്തിൻ്റെ മരണകാഴ്ച എന്ന് പറയുന്നത് അറ്റാക്കായിട്ടാണ് വരുന്നത്. അവർ അതിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യം എന്ത് എന്നുള്ളതാണ് ഇവിടെ നിലനിൽക്കപ്പെടുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവരെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി എന്നുള്ള, ഇവരെ സിസ്റ്റർമാരെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി എന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നിത്തരം ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആശുപത്രി കെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഒരു മൊബൈൽ ICUയിൽ കൂടെയെങ്കിലും കുറച്ചും കൂടി സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാമായിരുന്നല്ലോ എന്ന് ചോദിച്ച സമയത്ത് അന്നേരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു കമൻറ്റ്, ഞാനും BMHലേക്ക് മാറ്റാം എന്നൊരഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ ആ രോഗിയെ ഒരു തലത്തിൽ പോലും മാറ്റാൻ കഴിയില്ല. ആ തലത്തിലേക്ക് രോഗി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, മാറ്റാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ രോഗി മരണത്തിലേക്ക് എത്തിയെന്നും അതിനാവശ്യമായിട്ടുള്ള ഒരു സംവിധാനവും ആ ആശുപത്രിക്കകത്ത് ഇല്ല എന്നുകൂടി അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഏത് ഹോസ്പിറ്റലാണെങ്കിലും പെട്ടെന്ന് അത് ആ കണ്ട നിമിഷം തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. പക്ഷെ അത് കൂടെ നിൽക്കുന്ന ആൾ പോലും അറിയുന്നില്ല പേഷ്യൻ്റ് ഒരു ബുദ്ധിമുട്ടുള്ളത്. ആ സമയത്ത് അവർ കണ്ട സമയത്ത് ഒരു വേറെ ഹോസ്പിറ്റലിലേക്കോ ഒരു ഹയർ സെൻറ്ററിലേക്കോ ഷിഫ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനിലല്ല പേഷ്യൻ്റ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അവരോട് ചോദിക്കാതെ തന്നെ ഞങ്ങളുടേതായിട്ടുള്ള താല്പര്യത്തിൽ ഞങ്ങൾ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, റിസസ്കിറ്റേഷൻ ചെയ്യേണ്ടതാണ്. അത് അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ശിവ ഹോസ്പിറ്റൽ പറഞ്ഞാൽ 20 കൊല്ലമായിട്ട് നടന്നു പോകുന്നൊരു ഹോസ്പിറ്റലാണ്. അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ എല്ലാവിധ ചികിത്സകളും ഭംഗിയായി നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് ശിവ ഹോസ്പിറ്റൽ. നമ്മളെപ്പോലത്തെ പാവങ്ങൾ പോയി കുടുങ്ങുന്ന ഓരോ ഹോസ്പിറ്റലിൻ്റെ സ്ഥിതി അന്നാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലെ ICU എന്ന് പറഞ്ഞൊരു സംവിധാനം ഞാൻ കാണുന്നത്. അവിടെ ICU എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനം ICU ഇല്ല അവിടെ.
വാർഡ് മുഴുവൻ കട്ടിലൊക്കെ പിന്നെ എന്തോ പൊളിഞ്ഞ കട്ടിലൊക്കെ ഉണ്ടത്. ഒരു വാർഡിൽ ഒരു രോഗീനെ ഓപ്പറേഷൻ ചെയ്ത് കിടത്താറിഞ്ഞാൽ എത്രയുണ്ട്, അതിൻ്റെ എങ്ങനെയായിരിക്കും അതിൻ്റെ സ്ഥിതി ഒന്നും ആലോചിച്ചാൽ മതി. സത്യം പറയുകയാണെങ്കിൽ സാധാരണ നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ വരാന്ത പോലും അതിനെയും കാട്ടും വൃത്തി ഉണ്ടാവുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അനാസ്ഥയാണെന്നുള്ളൊരു ശക്തമായൊരു വാദം അവരുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഞാൻ പാനൽ ഓഫ് ഡോക്ടേഴ്സിനുള്ളൊരു റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ പാനലാണ് അത് ചെയ്യാൻ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറയുകയും ചെയ്തു. അദ്ദേഹം അത് പ്രകാരം പാനൽ ഓഫ് ഡോക്ടേഴ്സാണ് ആ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ മരുന്ന് ഇഞ്ചക്ഷൻ മാറിപ്പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. ഞാൻ ചോദിച്ചു, ഡോസ് കൂടിയിട്ടുണ്ടോ സാർ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാലും മെഡിസിൻ മാറിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഡോസൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഒരാളെ ശരീരത്തിൽ കൊടുക്കുന്ന മറ്റേ ആളെ ശരീരത്തിലും ഒരേ രീതിയിലല്ല എഫക്റ്റ് ചെയ്യുക. ഇദ്ദേഹത്തിന് ആ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ഇവർക്ക് ഒരു ഉറങ്ങിപ്പോയതോടുകൂടി ഇവർക്ക് പിന്നെ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നതെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രത്തിൽ ബഹുമാനപ്പെട്ട IMAയുടെ കോഴിക്കോടുള്ള ഡോക്ടർ അജിതകുമാരിയുടെ പ്രസ്താവന ഞങ്ങൾ വായിച്ചു. ഒരുപാട് ആളുകൾ വന്നുകൂടി ഹോസ്പിറ്റലിൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാക്കി, ഡോക്ടർമാരെയും സിസ്റ്റർമാരെയും എല്ലാം കയ്യേറ്റം ചെയ്തു. ഇതെല്ലാം ഒരു ഹോസ്പിറ്റലിൽ നടക്കാൻ പാടില്ലാത്തതാണ്. ഒരു ഡോക്ടർ അവിടെ എന്തെങ്കിലും അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ വന്ന് നോക്കാതെ ഇരുന്നൊരവസ്ഥയോ എന്തെങ്കിലും ആണെങ്കിൽ ശരി, നമുക്ക് ഡോക്ടർ ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. ബഹുമാനപ്പെട്ട ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇമാരി തരം താഴ്ന്ന ഹോസ്പിറ്റലുകളുടെ ഓണർമാരെയും സംരക്ഷിക്കാൻ ഒരു സമയത്തും ഇത്രയ്ക്കും വിദ്യാഭ്യാസം വിവരമുള്ള ഡോക്ടർമാർ മുതിരരുത്. പക്ഷേ ഇതിപ്പോൾ ഈ ഹോസ്പിറ്റൽ തല്ലിപ്പൊടിക്കുന്ന മേബി ഇപ്പോൾ ഈ പേഷ്യൻ്റ് ആൾക്കാരായിരിക്കില്ല, അതല്ലാതെ ഇൻവോൾവ് ചെയ്ത ആൾക്കാരാണ്. അത് അവർ ഈവൺ ആ വീഡിയോസും എല്ലാം ആ ക്യാമറ എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പിന്നെ ആൾക്കാരെ കുറച്ച് പേരൊക്കെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചറിയാൻ പറ്റിയ ആൾക്കാരെ തീർച്ചയായും എന്തെങ്കിലും നടപടി എടുക്കണം. കാരണം ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ സ്വാഭാവിക പ്രതിഷേധം, അത് അവരെ സംബന്ധിച്ചുള്ള ഒരു ജീവനുള്ളൊരു സ്ത്രീ അങ്ങ് കൊടുത്ത് പെട്ടെന്ന് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് മരണപ്പെട്ട് തിരിച്ച് വാങ്ങുന്നതിൻ്റെ ഒരു പ്രതിഷേധം മാത്രമേ ആയിട്ട് കണ്ടുള്ളൂ. അതിനെതിരായിട്ടും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇമാരി ഹോസ്പിറ്റലുകൾ അടച്ചു പൂട്ടണം. അത് ബഹുമാനപ്പെട്ട നമ്മളെ ആരോഗ്യമന്ത്രി വരെ ഇതിൽ താല്പര്യം എടുക്കണം, മുൻകൈ എടുക്കണം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു ബസ് ഡ്രൈവർ അശ്രദ്ധ കൊണ്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ആൾക്കാരെന്താ ഇങ്ങനെ റിയാക്ട് ചെയ്യാത്തത്. ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങളൊരു പ്രാണൻ നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും ഇമ്മാരി ജീവൻ പൊലിയാൻ പാടില്ല. ഇമ്മാരി ഹോസ്പിറ്റലുകൾ ഉണ്ടായാൽ ജീവൻ പൊലിയും. അതുകൊണ്ട് ഇമ്മാരി ഹോസ്പിറ്റലുകളുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു മനുഷ്യർക്ക് പോലും ഇങ്ങനെ കൊള്ളരുതായ്മയുടെ ഭാഗമായി ഉണ്ടാവാൻ പാടില്ല. ഷീനയുടെ മക്കളായ അതുലിനും അനുപമയ്ക്കും അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ നൽകാൻ ഇനി ഷീനയില്ല. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ മൂലം ഈ കുടുംബത്തിലെ സന്തോഷമാണ് പൊലിഞ്ഞത്. തന്റെ മക്കളെ സ്നേഹിച്ചും ലാളിച്ചും കൊതിതീരും മുമ്പേ പൊലിഞ്ഞൊരു ജീവൻ. ജീവിച്ച് കൊതി തീരാത്ത ആളായിരുന്നു എൻ്റെ ഭാര്യ. അത്രയൊന്നും പ്രശ്നമില്ലാത്തൊരു സർജറിക്കാണ് വിധേയമായത്. ആശുപത്രിയിലെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യ നഷ്ടമായി. ജീവിതത്തിൽ ഒരാൾക്കും അത്തരമൊരവസ്ഥ നേരിടാതിരിക്കാൻ ഈ കാര്യത്തിൽ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തിരിക്കും. ആശുപത്രി എന്ന പേരിൽ കച്ചവടവും കൊള്ളലാഭവും മാത്രം ലക്ഷ്യമാക്കി ലാഭക്കണക്കുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി പുതിയ കച്ചവട തന്ത്രങ്ങൾ മെനഞ്ഞു കഴിയുമ്പോഴെങ്കിലും ഒന്ന് ഓർക്കുക, ഡോക്ടർ എന്ന വാക്കിന്റെ വില എന്താണെന്ന്, അതിന്റെ അർത്ഥമെന്താണെന്ന്.